എനിക്ക് സത്യം പറഞ്ഞ് പൊസാൻ വിളിച്ചപ്പോഴത്തേക്ക് എന്റെ നല്ല ജീവൻ വീണത് ഇപ്പോഴാ ശരിക്കും. ഞാൻ നിന്റെ അടുത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീല് മൊത്തം ചെയ്തത്. അല്ല, നീ കോച്ചിനോട് സംസാരിക്കണം കുറച്ച് കാലത്തേക്ക് എന്തായാലും. ഏതൊക്കെ ഗ്യാങ്ങിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കിട്ടി ആ ഗ്യാങ്ങിനെ ഇൻഡിവിജ്വലി വിളിച്ച് അവര് ഫയർ ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ. ചന്ദ്രനോട് എടാ മുത്തു സമയമായി. ആ എടാ എവിടെയായിരുന്നു നീ? இவ்வளவு நாள் இல்ல കുറച്ച് நாள் நான் தனிமரத்து எവിടെயா போய் எங்கேயோ போய் ஒளிஞ்சுக்கிட்டேன். என்னைய பத்தி தேடுறாங்க எல்லாரும் சிட்டில. ആ പീറ്ററിനെ തൂക്കി വെച്ചേക്കുക. ആ പീറ്ററിനെ നമ്മുടെ കോച്ച് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോ ഇവന്റെ കൂടെ ആദ്യം ഫ്രണ്ടായിട്ട് കുറച്ച് ആള് നടന്നു പുള്ളി. അത് കഴിഞ്ഞിട്ട് ഇവന് കുറച്ച് മറ്റേ കള്ളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ ഗ്യാദർ ചെയ്തു. അപ്പോ അവർക്ക് പ്രൂഫൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം എന്താ പറയാ വേറെ ആക്ഷൻസ് ഒന്നും ഇതുവരെ എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രൂഫിന് വേണ്ടി നോക്കുക. അപ്പോ ഞാൻ നിന്റെ അടുത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീല് മൊത്തം ചെയ്തത്. അതാണ് എനിക്ക് സത്യം പറഞ്ഞ് പൊസാൻ വിളിച്ചപ്പോഴത്തേക്ക് എന്റെ നല്ല ജീവൻ വീണത് ഇപ്പോഴാ ശരിക്കും. നീ എവിടെ എനിക്ക് അറിഞ്ഞൂടാ ഇത്രയും നാള്. ഞാൻ കൊറേ നിന്നെ എനിക്ക് ഒരാഴ്ചക്ക് മുകളിലായിട്ട് ഞാൻ നിന്നെ തപ്പുക. പീറ്ററിന് അറിഞ്ഞൂടാ നീ എവിടാന്ന്. நான் കുറച്ച് നാൾ എവിടെയോ പോയിട്ടேன். ഇവിടെ കുറെ പേര് എന്നെ പറ്റി പേசிட்டு இருந்தாங்க സിറ്റിல. സിറ്റിക്ക് പുറത്ത് ഞാൻ കുറച്ച് നാൾ പോയിട്ടேன். ഓക്കെ നിന്റെ ഫുൾ ഗെറ്റപ്പ് ചേഞ്ച് ചെയ്തോ. ആരെന്ത് ചോദിച്ചാലും നിന്റെ പേര് ഇതല്ല. നീ മാറ്റി പേര് മാറ്റി പറഞ്ഞോ. നിനക്ക് ഇതിനെപ്പറ്റി ഒരു സംബന്ധമില്ല. നിനക്ക് ആരെയും അറിഞ്ഞൂടാ നിനക്ക്. ഓക്കെ, അതുമാതിരി പേസ് വേറെ ആർക്കും ഇതിനൊന്നും ചെയ്യാൻ പറ്റൂല. എന്താ സമയം കോച്ചിനെ മുത്തുപ്പണ്ണി എങ്ങനെ അറിയാം? എന്നോട് കുറച്ച് നാള് പഴക്കമുണ്ട്. എന്നോട് കൂടെ സുത്തിരിക്കാറ് അവര്. ആണോ? എങ്ങനെ പരിചയം കോച്ചിന്? പരിചയംന്ന് சும்மா நாங்க முதுக்குல കണ്ട് റാൻഡം தான் പരിചയപ്പെട്ടു. ഓക്കെ, അതാ. അപ്പോ നിന്റെ പേര് നിന്നെ അറിയാലേ ശരിക്കും? എന്നെയും അറിയും. ബട്ട് ഞാൻ മാസ്ക് ഏതാவது ഇട്ടോம்னா അറിയത്തില്ലല്ലേ. அப்புறம் നോക്കാം. வேணா கொஞ்ச நாளைக்கு வேணா மாஸ்க் ஏதாவது வேற ஏதாவது மாஸ்க் ഇട്ടിട്ട് சுத்துறேன் സിറ്റിയില. ഓക്കെ അല്ല, നീ കോച്ചിനോട് സംസാരിക്കണം കുറച്ച് കാലത്തേക്ക് എന്തായാലും. അതുമാതിരി ചെയ്. കാരണം നീ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അടുത്ത് നല്ല സ്നേഹത്തിൽ പെരുമാറും. പക്ഷെ നിന്നെ കൊണ്ടുപോകുന്ന സ്ഥലം വേറെ ആയിരിക്കും. കാരണം പീറ്റർ എന്നെ അവസാനം വിളിച്ചിട്ട് പീറ്ററിന്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം, അവന് ഫുഡ് കൊടുക്കുന്നില്ല, പട്ടിണി കിട്ടേക്കുക, ഭയങ്കര കഷ്ടത്തില, എങ്ങനെ രക്ഷപ്പെടുത്താൻ അത്ര ഇതായിട്ടാണ് എന്നെ വിളിച്ചത്. അവൻ ഭയങ്കര കരഞ്ഞിട്ടാ വിളിച്ചത്. രക്ഷിക്കാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഇപ്പൊ കൂടി കോച്ചിന്റെ അടുത്ത് പറഞ്ഞിട്ട് വന്നു പറഞ്ഞാൽ കോച്ച് അവനെ റിലീസ് ചെയ്. അവന് ഇതില് വേറെ ഇതൊന്നും ഇല്ല. അവൻ കള്ളു കുടിച്ചിട്ട് എന്തോ ആ ബോധം ഇല്ലാതെ എന്തോ പറഞ്ഞാണ് എന്നാണ് പറഞ്ഞേക്കണേ ഇപ്പൊ ഞാൻ. അപ്പോ നീ തൽക്കാലത്തേക്ക് ഒന്ന് ഹൈഡായിട്ട് നടക്ക്. ഞാൻ പറഞ്ഞിടല്ലേ എങ്ങനെ ഹൈഡായിട്ട് നടക്കണമെന്ന്. ഓക്കെ, നിനക്ക് കാശുള്ള വേണം? இல்ல இப்போதைக்கு குழப்பம் இல்ல. இப்போதைக்கு ஒசாமா உண்டு அவன் கூட. அப்ப அவனு கூட செட் ஆகிடலாம். இப்போதைக்கு வேண்டாம். ഞാൻ നോക്കിക്കോളാം, മാറിക്കോളും. പക്ഷെ അതല്ല, ഏതെങ്കിലും ഒരു കാരണവശാൽ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അല്ല, പിടിച്ചു കഴിഞ്ഞാൽ നിനക്കൊന്നും അറിഞ്ഞൂടെന്ന് പറയാ. നിനക്ക് ഞാൻ പറയാം, എനിക്ക് ഒന്നും അറിയത്തില്ല. നിന്റെ പേര് നീ മുത്തു നീ റിവീൽ ചെയ്യത്രത്തോളം കാലം നിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല. നീ എന്നോട് പേര് മാറ്റി പറയാം. പേര് മാറ്റി പറയൂ. ഇങ്ങ സൗണ്ട് ശബ്ദം വെച്ചിട്ട് നമുക്ക് ആരെയും ഇത് മനസ്സിലാക്കാൻ പറ്റൂല. പേര് മാറ്റി ചൊല്ല്, ഗെറ്റപ്പ് മാത്ത്, അത്രേ ഉള്ളൂ. വേറെ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവസാന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ബാക്കപ്പ് പ്ലാൻ വേണ്ടേ? ഇൻ കേസ് നിന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്നെ പൊക്കുവാണെങ്കിൽ ഇത്രേ പറയാവോ, പീറ്ററിന്റെ കൂടെ ഞാനൊരു ഡീൽ ചെയ്തു. അത് ചന്ദ്രന്റെ ശരിക്കും പേര് എനിക്ക് ഓർമ്മയില്ല. ചന്ദ്രനാണെന്ന് തോന്നുന്നു, ഉറപ്പ് പറയില്ല ഒരിക്കലും. അതായത് ഷുവറായിട്ട് ചന്ദ്രനാണെന്ന് പറയില്ല, ചന്ദ്രനാണെന്ന് തോന്നുന്നു. പോഷൻ ഡീൽ പണ്ണീർക്ക് അതല്ലാതെ നിനക്കൊന്നും അറിഞ്ഞൂടാ. പോഷൻ ഡീൽ ചെയ്തതല്ലാണ്ട് നിനക്ക് വേറെ ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ പറഞ്ഞാൽ മതി.
ഓക്കെ 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 ഞാൻ അവിടെ പറയാം. ആ ഓക്കെ. പിന്നെ വേറെ ഞാൻ ഇതുപോലെ ചന്ദന്റെ അടുത്ത് ചോദിച്ചു ഗണ്ണ് കൊടുക്കുന്നുണ്ടോന്ന്. അങ്ങനെ അങ്ങനെ അതായത് ഗണ്ണ് സെയിൽ ചെയ്യാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രൻ ഇല്ലെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ചോദിച്ചാ പറഞ്ഞത്. ഓക്കെ ഗണ്ണിന്റെ ഓക്കെ കേസിൽ എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാലും മതി. ഓക്കെ 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 ഓക്കെ, തൽക്കാലം നീ പോഷൻ്റെത് മെയിൻ ആയിട്ട് പറ. തീരെ അവര് ഫോഴ്സ് ചെയ്യുവാണെങ്കിൽ മാത്രം അതുകൂടി പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി. ஓகே. அது வரைக்கும் நான் ഇവിടെ ഒളിஞ்சிருக்கேன். കണ്ടുപിടിக்க വായ്പുള്ള സൈഡിലിருந்து നോക്കാം. ആ ഓക്കെ ഓക്കെ. ഇല്ല, കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല. നീ വേറൊരു വേറെ ഗെറ്റപ്പ് ചേഞ്ച് ഗെറ്റപ്പ് ആക്കി ചേഞ്ച് ചെയ്ത് പിന്നെ നടന്നു കഴിഞ്ഞാൽ നിന്നെ സസ്സായിട്ട് പിടിക്കാൻ വേറെ ഒരു ചാൻസും ഇല്ല. ഓക്കെ, സേഫ് ആയിട്ട് ഓക്കെ എന്തായാലും. ഓക്കെ ഞാൻ കുറച്ച് കാശ് തരാം നിനക്ക്. ആ ഓക്കെ റൈറ്റ്. പൈസ ഒന്നും വേണ്ട, പൈസ ഞങ്ങള് ക്ലിയർ ചെയ്തോളാം. ഇല്ല, ഞാൻ കുറച്ച് എമൗണ്ട് കൊടുക്കാം. കറക്റ്റ് ആണ്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് മൊത്തം കയ്യില് പോയ. സത്യം സത്യം സത്യം. ഓക്കെ ഓക്കെ കിട്ടി കിട്ടി. ഓക്കെ ഓക്കെ. வேற ஒண்ணும் இல்லை. ഇവിടെ കുറെ നാൾ കളിച്ച് ശരി ഇവിടെ வரலாம்னு சொல்லி பிளான் பண்ணி தான் வந்தது. அப்பதான் ஒசமா கண்டு அப்புறம் പറഞ്ഞു. പിന്നെ നിന്റെ ഫോണിന്റെ ചാറ്റ് ഒന്ന് ക്ലിയർ ചെയ്തോണേ. ഓക്കെ ഓക്കെ ഇപ്പൊ ക്ലിയർ മറക്കല്ലേ, അല്ലെങ്കിൽ നീ വേറെ ഒരു ഫോൺ വാങ്ങി സെപ്പറേറ്റ് വെച്ചാലും കുഴപ്പമില്ല. സെപ്പറേറ്റ്. ഓക്കെ ഓക്കെ ഇപ്പമേ ക്ലിയർ பண்ணാം. നീ ഒരു കാര്യം ഇപ്പൊ തന്നെ ചെയ്. എക്സ്ട്രാ ഒരു ഫോൺ വാങ്ങിച്ച് കയ്യിൽ പോയി, എക്സ്ട്രാ ഒരു റേഡിയോയും കയ്യിൽ വാങ്ങിച്ച്. ഓക്കെ ഓക്കെ എന്തെങ്കിലും സിറ്റുവേഷനിൽ അവര് നിന്റെ ഗൺ ആൻഡ് റേഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ ഉള്ള ഗണ്ണും അതും റേഡിയോ കൊടുത്ത് പിടിക്കുവാണെങ്കിൽ. ഓക്കെ 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 ഓക്കെ. ഒസാമ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒസാമ ഒന്ന് വന്നേ. എടാ ഇപ്പൊ വരാപ്പാ. ശരി. ഓക്കെ ഓക്കെ ബൈ ബൈ. ഒസാമ, ഇന്ന് നമ്മള് മറ്റേ ഇതിന്റെ മിസ്ട്രക്സിന്റെ ഇതിന് പോയായിരുന്നു. അപ്പൊ അവർക്ക് നല്ല പൊളിഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെ ഗ്യാങ്സിന്റെ ഈ ഗൺസിന്റെ ഗൺസ് പുറത്തു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്തായാലും ഒരു എക്സ്ട്രാ കെയർ ഒന്ന് വേണം കേട്ടോ. കാരണം ഏതൊക്കെ ഗ്യാങ്ങിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കിട്ടി ആ ഗ്യാങ്ങിനെ ഇൻഡിവിജ്വലി വിളിച്ച് അവര് ഫയർ ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണേ. ഒരു വഴിയില്ല, കിട്ടത്തില്ല. പോയാലല്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ അവര് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു. എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി ഡീല് എന്തായാലും. ഓക്കെ ഓക്കെ. ശരി, അപ്പൊ ഞാൻ എന്തായാലും നോക്കിക്കോണേ സമ. ശരി ശരി. ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട്. ഓക്കെ. എങ്ങനെ പോണു ബാക്കി കാര്യങ്ങളൊക്കെ? എല്ലാം ഹാപ്പി, അടിപൊളിയായിട്ട്. ശരി. ഓപ്ഷനല്ലേ വരുന്നത്, അതിന്റെ തയ്യാറെടുപ്പാണ്. ശരി എന്നാ അപ്പൊ ഞാൻ പോയിട്ട്. ഓക്കെ ഡൺ. അവിടെ വേറെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്, അതൊന്ന് പോയി സോൾവ് ചെയ്യണം എനിക്ക്. ശരി എന്നാ. ഓക്കെ. ഏത് വഴിയായിരുന്നു ഇത്? മുകളിലോട്ടല്ലേ? മുത്തുപാണ്ടി പിടിക്കാനും പറ്റില്ല ഒരു കാരണവശാലും. ലോക്കാണ്. മുത്തുപാണ്ടി പിടിക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. കാരണം സൗണ്ട് മാറ്റി ഒരാള് ഞാനല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ബൈ ബൈ ഒസാമ. ബൈ ബൈ. ഓക്കെ. മീൻസ് ഗെയിമിലുള്ള കാര്യം ലൈവ് നോക്കി പറയുന്നതാണ്. അതെ, അതായത് ഇപ്പം നീ ഇപ്പം എൻ്റെ ലൈവ് കണ്ടോണ്ടിരിക്കണം വിചാരിച്ചോ. ഇപ്പോൾ ചന്ദ്രൻ ഇപ്പോൾ ഒസാമയെ കാണാൻ പോയി എന്ന് നീങ്ങിൻ്റെ ലൈവിൽ പോയി പറയുകയോ വേറെ ലൈവിൽ പോയി പറയുകയോ ചെയ്താൽ മെറ്റയാണ്. അതുപോലെ തന്നെ ഈ സിറ്റി കളിക്കുന്ന പ്ലേയേഴ്സ്, ഇപ്പം നമുക്ക് എൻ്റെ ഓപ്പോണൻ്റ് ഇപ്പോൾ ഈ ഒരു RP നിൽക്കുന്ന ആൾക്കാരാണ് കോച്ചൊക്കെ. അപ്പോൾ അവർ ഇപ്പോൾ ഈ ഒരു RP കണ്ട് അതിന് കൗണ്ടറായിട്ട് കളിക്കുക, അത് അങ്ങനെ ചെയ്യുന്നതിന് മെറ്റയെന്ന് പറയും. അത് സിറ്റിക്കകത്ത് വരുന്ന മെറ്റയാണത്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ ചെയ്താലും അത് രണ്ട് മെറ്റയാണ്, രണ്ട് രീതിയാണ്.
ഇറങ്ങാലോ നമ്മുടെ ഹലോ വാസണ്ണ ചന്ദ്ര ഒരു മറ്റേ DRS ഇല്ലേ നമ്മുടെ അപ്പുറത്തുള്ള ഗ്യാങ് മറ്റേ അപ്പുറത്തെ കുറച്ച് ആൾക്കാർ താമസിച്ചോണ്ടിരുന്നില്ലേ അണ്ണാ അപ്പുറത്ത് റോഡിന്റെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ താമസിച്ചോണ്ടിരുന്നില്ലേ ആ അവര് കൊറേ സ്ഥലത്ത് താമസിക്കുന്നുണ്ട് അവിടെ അപ്പൊ അവര് മോണിറ്ററിംഗിലായിരുന്നു അവരിപ്പൊ ഗ്യാങ് ആയി DRS അപ്പൊ അണ്ണന്റെ പറയാൻ പറഞ്ഞു അവന്മാരുടെ ഇവന്റ് ഒക്കെ കണ്ടക്ട് ചെയ്തത് ഇന്നലത്തെ കുറച്ച് ഇവന്റ് ഒക്കെ മനസ്സിലായി അപ്പൊ അണ്ണന്റെ പറയാൻ പറഞ്ഞു അവര് ഗ്യാങ് ആയല്ലേ? അതെ അതെ അപ്പൊ നല്ലപോലെ സംസാരിക്കുന്ന ഒരു 10-25 പേരോട് പോയി. ഇല്ല നമ്മുടെ ഫ്രണ്ട്ലി ഗ്യാങ് വേണ്ട. ഹലോ പ്രാക്ടീസ് ചെയ്തോ. சந்திரா எப்படிடா சந்திரா இந்த டைமிங் உன்னால மட்டும் முடியுது? என்ன கோச்சு? எதுவும் இல்ல. வா. ബോസന എന്താ പറയണെന്ന് എനിക്ക് എന്താ മീര 5 കോടി തരാവേ തരണേ ബോസനെ உள்ள வந்து நிக்கறா. അണ്ണാ ഞാനൊരു കാര്യം പറയട്ടെ അണ്ണാ വാസണ്ണ ചന്ദ്ര ഇവിടെ വലിയൊരു പ്രശ്നമാണ് അണ്ണാ ഈ ബാറ്റിംഗ് കുത്തി ഓ എടാ നീ ഒരു ക്രിമിനലായി നീ പുള്ളിനെ തന്തേന്ന് വിളിയ പ്രശ്നം തീരുവല്ല നീ എടാ നിനക്ക് എടാ ഇവിടെ എടാ ഞങ്ങൾ പലരും ഇവിടെ അച്ഛനില്ലാതെ വിഷമിക്കുന്നുണ്ടോ നിനക്ക് ഒരു അച്ഛന് ഒരാൾ മന്ദാരണ്ടേ മുച്ചിറി നീ മുഖത്തെ വിഷമം നോക്കണം മുച്ചിറി അതൊരു ഫേക്ക് ആണെങ്കിൽ ഇത്രയും നാള് നിന്റെ പുറകെ നടക്കൂടാ. പോലീസ് സ്റ്റേഷൻ പോയതിനു ശേഷം ഇന്നാളെ കാണുന്ന ഞാൻ ഇത് ഇത്ര നാളെ ഞാൻ സിറ്റി കണ്ടിട്ട് കണ്ടിട്ടില്ല എന്നോട്. നിനക്ക് വേണ്ടി സംസാരിക്കുക ഒത്തിരി വട്ടം നിന്റെ വാപ്പ എന്നെ വിളിക്കുമായിരുന്നു. അണ്ണാ അന്ന് ഒന്ന് ഫോൺ എടുത്ത് നോക്കാം. അല്ല ഞാൻ കാര്യം പറയട്ടെ ഞങ്ങൾ നാളെ ഹോസ്പിറ്റലിൽ വിളിച്ച് നീ സർട്ടിഫിക്കറ്റ് ഒക്കെ മനുഷ്യനുണ്ടാക്കുന്നത്. അല്ല നാളെ ശരി നാളെ ഞങ്ങള് ഒരു DNA അറേഞ്ച് ചെയ്യാം ഹോസ്പിറ്റലിൽ ടെസ്റ്റിലോട്ട് പാസ് ആണ്ടേ പാസ് ആവുന്നില്ല ഇയാള് കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എടാ ഇനി എങ്ങാനും നിന്റെ ഓനിപ്പോ 18 വയസ്സായില്ലേ വാപ്പാന്റെ അടിയൊക്കെ ആയില്ലേ തെളിയൂല അത്ര കൺഫർമേഷൻ തന്തേനാ കൊന്നേ അത്ര തെളിവ് ഇത്ര ഇത് അത്ര മൂന്നാമത്തെ വയസ്സിൽ ഞാൻ കൊന്ന നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മൂന്നാമത്തെ വയസ്സിൽ അഞ്ചാമത്തെ എടാ മൂന്നാമത്തെ വയസ്സിൽ എണീറ്റ് പെടുക്കാനുള്ള ആംബിയറുകൾ നിനക്ക് ഉണ്ടാവില്ല. നീ എങ്ങനെ ഒരാളെ കൊന്നു പറഞ്ഞാൽ അങ്കില്ലാണ്ടാവൂലോ. നിനക്കെന്ത് എക്സ്ട്രാ വണ്ടി ഉണ്ട് നിനക്ക് ബേറ്റക്കങ്ങ് കുത്തി. എടാ നിന്റെ ഉപ്പാന്റെ മുമ്പിലല്ല നായിന്റെ പണി നടിച്ചത്. ഉപ്പല്ല അടുക്കുന്നത്. ഇപ്പൊ കേസ് കൊടുക്കട്ടെ. ഇപ്പൊ ഇല്ല മറ്റവരില്ല അവരില്ല. ഇല്ല അവർ മറ്റൊരു DMS ഇല്ല ഇവിടെ. അപ്പൊ ഞാൻ ദൈവത്തിന് വിളിക്കാം. അലന്തറാജിന്റെ മോൻ മുച്ചിറിയാജി ഫെബ്രുവരി 3-ാം തീയതി മരണപ്പെട്ടു. അതെ കലന്തറാജി നിങ്ങളെ മോൻ മരിച്ചു തീർന്നില്ലേ? അല്ല ഫുഡ് കഴിക്കാതെ കുഴപ്പമൊന്നുമില്ല. ഈ വള്ളത്തിലൊന്ന് മുക്കിയെടുത്താ മതി. അവ ബോധം പോയതാ. സോനെ ഇപ്പൊ എന്താ ചെജ്ജ ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് കൊണ്ടേക്കാണ്ട്. അല്ല വാപ്പയായിട്ട് ഇപ്പൊ ഓനെ അംഗീകരിച്ചാൽ കജൂലെങ്കിൽ വേണ്ട. നമ്മക്കിപ്പോ അതില് സങ്കടമൊന്നുമില്ല. ഓനിപ്പോ നമ്മളൊക്കെ ഓനിപ്പോ ഈ പ്രായമൊക്കെ ആകണ്ടിയല്ലേ.
അപ്പം കാര്യങ്ങളൊക്കെ ഓന്റെ കാര്യങ്ങൾ തീരുമാനിച്ചാൻ അയക്കണെന്നുണ്ടെങ്കിൽ ഓൻ തന്നെ തീരുമാനിച്ചോട്ടെ. വാസണ്ണ അവന്റെ ലൈഫ് കുറവായിരുന്നു, ഒരു അടി അറിയാണ്ട് അടിച്ചപ്പോ ചത്ത്. എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ ഓന്റെ കാര്യങ്ങള് ഓൻ തീരുമാനിച്ചാൻ അയക്കണമെങ്കിൽ ഒന്ന് തീരുമാനിച്ചോട്ടെ. അല്ല വാസണ്ണ, ഞാൻ ഡൗട്ട് വെക്കട്ടെ, ഗ്യാങ്സിന്റെ അകത്താണെങ്കിൽ ലോയൽറ്റി പോയിന്റ് കുറയത്തുള്ളൂ. അതെ 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 അതെ. ആണ് അണ്ണ എല്ലായിടത്തും പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തേ. എടാ ടീം കില്ല് ചെയ്യേണ്ട ആളിയാ ചില്ല. അണ്ണ അറിയാണ്ട് തട്ടിയപ്പോ ചത്തയാ, ഒരു ലൈഫ് കുറവായിരുന്നു. എന്തായാലും നമുക്ക് തീരുമാനം ഉണ്ടാക്കാം വാപ്പാ. ബൂച്ചറിയുടെ വാപ്പാ. അല്ല ഓൻ പറയുന്ന മാതിരി നടന്നോട്ടപ്പഞ്ഞ്. ഇനിയിപ്പോ ഏതാ ഞാൻ പറഞ്ഞപ്പോ മാസം ഒന്ന് കാര്യത്തിൽ എടുക്കണം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു വെച്ചാണ്ട് ഓനിപ്പോ ഇടങ്ങാറാവണ്ട. കാരണം ഇജൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി ഓന്. കാരണം 18 വയസ്സായില്ലേ, ഇനിയെങ്കിലും ചെച്ചണം. അല്ല ഇങ്ങനെ ഒരു മോനെ വേണം നിർബന്ധമാണ്. ഇത്രയും പറഞ്ഞില്ല, തള്ളി പറഞ്ഞല്ലേ. അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രമോനെ, ഓനിപ്പോ എന്നെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്കൊരു മോനായിട്ട് സ്ഥാനത്തായിട്ട് സ്ഥാനത്ത് നിന്നിട്ട് വാസമോ നടത്തി കൊടുത്താ മതി. നിങ്ങൾക്ക് മോനായിട്ട് എന്നാതെയാ നമ്മക്കിപ്പോ നിങ്ങളെ അതൊക്കെ ഇല്ല. നമുക്ക് ഇപ്പൊ വാസവണ്ണനാണെങ്കിൽ തന്തയില്ല, എനിക്കാണെങ്കിൽ അച്ഛനില്ല, ആരെന്നറിയില്ല. ഞങ്ങൾ അനാഥ. സോറി പറഞ്ഞു തരുന്നത്. ഞങ്ങൾ അനാഥരാണ്. എല്ലാരും അതെ, ഞങ്ങൾ അനാഥരായിട്ട് ജനിച്ച് വളർന്നതാണ്. അപ്പൊ ഞങ്ങക്ക് എന്ന് പറഞ്ഞാ അച്ഛാന്ന് വിളിക്കാൻ കൊതിയാണ് സത്യം പറഞ്ഞ. ആരേലും എവനൊക്കെ കിട്ടിയതിന്റെ കൂടുതൽ അതിന്റെ അഹങ്കാരം. നിങ്ങള് പാപ്പാന്ന് വിളിച്ചോളി, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാരും ഇപ്പൊ ഇപ്പൊ എല്ലാരും എന്റെ മക്കളെ മാതിരി തന്നെയാണ്. അല്ലേ വാസണ്ണ? ആസുണ്ടോ അവിടെ? ആസിനെ മകനായിട്ട് കാണാൻ കൂടില്ല. കാരണം ഞാനും അവനും ഒരു ബെഞ്ചിൽ കുത്തിർന്ന് പഠിച്ചതാ. ആശി നല്ല നമ്മൾ കണ്ടാ പറയട്ടെ, ആശി ഇത്ര പ്രായമുള്ള ഒരു മനുഷ്യനാണെന്ന്. അത് നിങ്ങക്ക് തോന്നായിട്ടാണ്. ഞാനും ഓനൊക്കെ ഒരു ബെഞ്ചിൽ കുത്തിർന്ന് പഠിച്ചതാ. ഓനൊക്കെ 4ാം ക്ലാസ്സിൽ മറ്റേ ഞാനും ഓനൊക്കെ പഠിച്ച സമയത്ത് മറ്റേ ഇന്റർവെല്ലിന്റെ സമയത്ത് ഓൻ ടൗസർ കൂടെ തൂറി പാഞ്ഞിക്കണ്. അറിയ നിങ്ങക്ക്? അന്ന് ആ കഥയൊന്നും നിങ്ങക്ക് അറിയില്ലല്ലോ ഇവിടെ. ഞങ്ങളെ രണ്ടാളും മറ്റേ സീനിയർ ഇനി മറ്റേ മെന്നി. സീനിയർ ആയിരുന്നല്ലേ നിങ്ങടെ? മെന്നിന്റെ അരമണിക്കൂർ. ഹലോ അഡ്മിനെ, ആരെവിടെ പോയത്? പോയോ അഡ്മിനെ? ഹലോ അഡ്മിനെ, അഡ്മിനെ ഒന്ന് പൊക്ക. അഡ്മിനെ ആ മുച്ചിരിനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ എന്താ പറഞ്ഞിരുന്നെ? കോട്ടറായ അതിന്റെ ഉപ്പ അടുത്ത് ചന്ദ്ര എന്തിനാ മാക്കാച്ചു കുത്തിട്ട് കൊന്നേ? എടാ നിന്ന എന്താ എന്താ പ്രശ്നം ഉണ്ടോ എനക്ക്? അല്ല ലോയൽറ്റി പോയിന്റ് കൊറേ. ഇന്ന് അഡ്മിനോട് ഞാൻ ലോയൽറ്റി പോയിന്റ് ഗ്യാങ് ഹൗസിന്റെ അകത്ത് കേട്ടാ? അല്ല പുറത്തുണ്ടെങ്കിൽ പുറത്തുനിന്നുണ്ടെ കുറയത്തില്ല. വാറിൽ അറിയാണ്ട് പുറത്തുണ്ടെ കുറയത്തില്ല. അങ്ങ് ഉണ്ടാക്കല്ലേ കൊറേ സത്യായിട്ടു. അഡ്മിനെ വിളിക്കാൻ ചോദിക്കുവാ. നീ വിളിക്കുന്ന നീ അഡ്മിനെ വിളിക്കാൻ ഞാൻ ചോദിക്കാം. അല്ല ഇപ്പൊ വെറുതെ എക്സ്ഗോണിനെ വിളിച്ച് ശല്യം ചെയ്യാൻ. വെറുതെ അണ്ണന്റെ ഞാൻ ഓൾറെഡി ചോദിച്ചാ. അങ്ങനെ ഇല്ല കേട്ടാ. ഇല്ലേ? പഠിപ്പിക്കല്ലേ? സംസാരിക്കില്ല. അസോനെ, ഈ ചെക്കന്മാരെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്തായാലും നാളെ കാണണം കേട്ടോ. ചന്ദ്രു ഒരു സംശയം ഉണ്ട് എനിക്ക്. ഞാൻ അന്ന് കൊന്ന തന്ത ഇപ്പൊ ചത്തിട്ടുണ്ടാവോ? അതാണ്. അതായിരിക്കും. അല്ല ചോദിച്ചു നോക്കാം.